എനിക്ക് 3 മാർക്ക്, ജിഷയ്ക്ക് 3 മാർക്ക്, എനിക്ക് 3.5 മാർക്ക്. ഓക്കെ അല്ലേ? അത് റെഡ് കളർ പാവടയും നേവി ബ്ലൂ കളർ താഴെയിട്ട പാവട താഴെയിട്ട സാധനം. 1 2 3 ഫുൾ മുട്ട കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പം വന്ന സാറിന്റെ സബ്ജക്റ്റില് കുറെ മുട്ട ആ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഫുൾ മുട്ട കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ അതില് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ജിഷ, ഞാൻ ജോ. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് കപ്പിൾ അണ്ടർസ്റ്റാൻഡിങ് മലപ്പുറത്തോ എന്ന് പറഞ്ഞ് അങ്ങനെ ക്യാപ്ഷൻ വെച്ച് ഞങ്ങൾ ഒരു ചെറുതായിട്ട് പ്രോഗ്രാം ചെയ്യുവാണ്. അപ്പം അതില് ഞങ്ങൾ 10 ക്വസ്റ്റ്യൻസ്, ഒരാള് 10 ക്വസ്റ്റ്യൻസ് വെച്ച് ആക്കിയിട്ടുണ്ട്. ജോയ്ക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് അത്രയും കേട്ടോ ഫുൾ മലയാളത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്റെ അടുത്തൊരു കള്ളത്തരം ചെയ്യാൻ നോക്കി. എന്താണെന്നല്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നലെ അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന്. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ 10 ക്വസ്റ്റ്യൻസ് ആക്കി വെച്ചു. അപ്പൊ ഞാൻ ജോയോട് പറഞ്ഞു, ജോയോ ആക്കി വെക്കണം, എന്നിട്ട് നമുക്ക് നാളെ ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്കി, ഇത് പക്ഷെ ഞാൻ ആ ബുക്കിലേക്ക് ഇത് കീറി മാറ്റി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി. ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോ ഒരാള് ബുക്സിന്റെ അവിടെ കിടന്ന് ഇങ്ങനെ പമ്മി നോക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നിട്ട് അപ്പൊ ഞാൻ പക്ഷെ ഒരു ബുദ്ധിപരമായിട്ട് ഒരു കാര്യം ചെയ്തതല്ലേ, ഞാനിത് നേരത്തെ എടുത്ത് കീറി മാറ്റി. പിന്നെ ഫുൾ മലയാളത്തിൽ എഴുതി, കാരണം മലയാളം എഴുതാനും ഭയങ്കര അറിയത്തില്ലല്ലോ. എന്നിട്ട് ഞാൻ ചിന്തിച്ചു, ഇനി ഒരു പക്ഷെ ഇതെങ്ങാനും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ മലയാളം അറിയാവുന്ന ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അടുത്തെന്നറിയോ, ഞാൻ ഇത് മടക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെജിറ്റബിൾസ് വെക്കുന്നതിന്റെ അടിയിൽ വെച്ചു. ഇപ്പൊ അവിടെ നേരത്തോട്ട് വരുന്നത് നല്ല തണുപ്പുണ്ടല്ലോ. അപ്പൊ തുടങ്ങാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണതിനകത്ത് 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, 10 ക്വസ്റ്റ്യൻസ് ജിഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഈ 10 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് ആരാ കൊടുക്കണേന്ന് നമ്മൾ നോക്കാൻ പോണം. ഏറ്റവും കൂടുതൽ ആൻസർ എന്താ പറഞ്ഞ പോയിന്റ് കിട്ടുന്ന ആള് ജയിക്കും. തോക്കുന്ന ആളുടെ മേളിൽ ജയിക്കുന്ന ആള് മേക്കപ്പ് ആർട്ട് ചെയ്യുന്നതായിരിക്കും. അത് ചെയ്യുന്നത് ഈ ലിപ്സ്റ്റിക്കോ, എന്റെ ലിപ്സ്റ്റിക് ഇത് ഒടിക്കല് കേട്ടോ, യൂസ് ചെയ്യുന്നതാ. അപ്പൊ ഞാൻ ചോദിക്കണോ? അപ്പൊ ചോദിക്കുവാണേ. ഇത് പറഞ്ഞില്ലേ ശരിയാക്കും. കുറച്ച് പറയാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ആക്കിയേക്കുന്നത്. നോക്കണ്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ ആദ്യമായി കണ്ടപ്പോൾ ഞാനിട്ട വസ്ത്രം, ഡ്രസ്, അതേത്, അതിന്റെ നിറം. പറയുവാ നീ ഇട്ട വസ്ത്രം മറ്റേ ചുടി ഫോട്ടോ മറ്റേ. ഓക്കെ, നീ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ അത് ഈസി അല്ലേ, നീ പാവാടയും ബ്ലൗസും അല്ലേ? അത് റെഡ് കളർ പാവാടയും നേവി ബ്ലൂ കളർ താഴെയിട്ട പാവാട താഴെയിട്ട സാധനം. താഴെയിട്ട നേവി ബ്ലൂ കളർ, നേവി ഇട്ട റെഡ് കളർ. എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ നമ്മള് കണ്ട് 2 വർഷത്തിന് മുമ്പ്, 2.5 വർഷം മുമ്പ് അല്ലേ? 2018 ഡിസംബർ, 2017 ഡിസംബർ. അപ്പൊ ജോയ്ക്ക്, അപ്പൊ ഞാൻ പറയുന്നത് ജിഷ ജോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ജോയ്ക്ക് 1 point. അടുത്ത എന്നോട്. പിന്നെ ജോയോട് പറയാനോ,
ഇങ്ങനെ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത് പ്രത്യേകം പറഞ്ഞായിരുന്നു. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഫീച്ചർ ഓഫ് ജിഷ ഡു ഐ ലൈക്ക് ദ മോസ്റ്റ്? ജിഷയുടെ ഏത് ഫീച്ചറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഉദ്ദേശിക്കുന്ന മൂക്കും കണ്ണും അങ്ങനെയുള്ളതാണ്. അങ്ങനെ തന്നെ. അങ്ങനെ തന്നെയാണ്. മുടി അതിൽ വരത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഫീച്ചേഴ്സ് നമ്മളുടെ എന്ത് വേണമെങ്കിലും വരാൻ പറ്റും. പക്ഷെ മുടി വരുമോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയില്ല. മുടി അല്ലെങ്കിൽ മൂക്കായിരിക്കും. മുടി അല്ലെങ്കിൽ മൂക്കായിരിക്കും. പക്ഷെ മുടിയാണോ മൂക്കാണോ? മുടി. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആൻസർ മുടി. പക്ഷെ ഇത് ഫൗളാട്ടോ, ഇങ്ങനെ ചോദിക്കുന്ന ഫൗളാണ്. ഇത് പറയത്തില്ല. ഞാൻ ജനിച്ച ഹോസ്പിറ്റലിന്റെ പേര് ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലാണ് എനിക്കറിയാം. പക്ഷെ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിന്റെ പേര് എന്തൊക്കെയാണോ? ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ നിലവിലില്ല. ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു നിന്ന് പോയി. നീ ജനിച്ചോണ്ടാണ് നിന്ന് പോയി. അതല്ല, കാരണം അതല്ല, അതൊരു എന്താ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നടത്തുന്ന ഹോസ്പിറ്റലായിരുന്നു. അവര് രണ്ടുപേരും മരിച്ചുപോയി. ഹസ്ബൻഡിന്റെ പേരെന്താ? ആ പേര് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ല ഡോക്ടേഴ്സ് ആണ് മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ പേര്, സ്ഥലത്തിന്റെ പേരെന്താ? ചങ്ങനാശ്ശേരി തന്നെയുള്ള. ചങ്ങനാശ്ശേരി ഏത് സ്ഥലം? ചങ്ങനാശ്ശേരി മെയിൻ ടൗണിലുള്ള ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല. അത് 95-94 അടിച്ചു പോയ ഹോസ്പിറ്റലിന്റെ പേര് എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. എന്നാലും ഹോസ്പിറ്റല് ഭാര്യ ജനിച്ച ഹോസ്പിറ്റലൊക്കെ അറിയണ്ടേ കുട്ടി? നിങ്ങൾക്ക് ഞാൻ ജനിച്ച ഹോസ്പിറ്റൽ അറിയാം. എനിക്കറിയാം. മമ്മി വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ ബോംബെ. പേരെന്താ? ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഹോസ്പിറ്റൽ. അവൻ ചോദിക്കും പൊട്ട. എന്താ പേരെന്താ? ഹോസ്പിറ്റൽ പേരെന്താ? പാലാക്കുന്നേൽ ഹോസ്പിറ്റൽ. പാലാക്കുന്നേൽ ഹോസ്പിറ്റൽ. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് തനിച്ച് കണ്ട സ്ഥലം ഏതാ? ഞാനും നീയും ആദ്യമായിട്ട് തനിച്ച് കണ്ട സ്ഥലം? നമ്മൾ ആദ്യമായിട്ട് തനിച്ച് കണ്ട സ്ഥലം ചങ്ങനാശ്ശേരി പാർക്ക്. തെറ്റുത്ത്. നമ്മൾ ആദ്യമായിട്ട് ഞാൻ പറയാം. ചാൻസ് പോയി. തിരുവല്ല ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. നമ്മള് ഒറ്റയ്ക്ക് സംസാരിച്ച ചങ്ങനാശ്ശേരി പാർക്കില്. നമ്മള് പക്ഷെ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് കണ്ടത് തിരുവല്ല ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അല്ലേ? അത് എപ്പോഴാണ് ഞാൻ വെളിപ്പെടുത്തണം? പക്ഷെ അറേഞ്ച് മാരേജ് ആണോ? ലവ് മാരേജ്, അറേഞ്ച് പ്ലസ് ലവ് മാരേജ് അല്ലേ? അറേഞ്ച് പ്ലസ് ലവ് മാരേജ്. അപ്പൊ എനിക്ക് മോണ്ട. അതിന് ഞാൻ എന്റെ പപ്പായുടെ അച്ഛന്റെ പേര് മിസ്റ്റർ ജോസഫ്. ജോസഫ് ആണ് പപ്പയുടെ പേര്. അപ്പൊ ജോസഫ് ആവുമ്പോ അപ്പച്ചന്റെ പേര് ജോസഫ് അല്ലേ? ജോസഫ് ഉണ്ട്, ഫുൾ നെയിം പറ. മെയിൻ പേര് ജോസഫ് ആണ് അപ്പച്ചന്റെ. സമ്മതിച്ചല്ലേ? ജോസഫ് ആണ്. ജോസഫ് ഉണ്ട്, പക്ഷെ അതിന് മുമ്പേ വേറെ പേരുണ്ട്. അപ്പച്ചന്റെ മെയിൻ പേര് ജോസഫ് ആണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി സർനെയിമാണ്. അത് ഞാൻ ഒരു കുഞ്ഞു ക്ലൂ തരാം. വീട്ടുപേരുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടാണ്. മൂലയും ജോസഫ്. ഇതിന് ഹാഫ് മാർക്ക്. എം ജെ ജോസഫ് എന്നാണ് അപ്പച്ചന്റെ പേര്. എം ജെയുടെ ഫുൾ ഫോം എന്താ? ജോസഫ്. മൂലയും ജോസഫ്. പിന്നെ ജോസഫ് ഉണ്ട്. മൂലയും ജോസഫ്. ഫുൾ മാർക്ക് കിട്ടോ? എന്നെ സാധനമാണ്. അപ്പോൾ എന്റെ അടുത്ത ചോദ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിച്ച് ഇസ് മൈ ഫേവറേറ്റ് സ്പോർട്സ് ബ്രാൻഡ്?
നൈക്കി അല്ല, അഡിഡാസ് ആണ്. നീ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആൻസർ കാണിക്കണ്ട. കണ്ടില്ല. ആൻസർ ഇവിടെ ഉണ്ട്, അഡിഡാസ്. ഓക്കെ, എന്റെ ഫേവറേറ്റ് സ്പോർട്സ് ബ്രാൻഡാണ് അഡിഡാസ്. അപ്പോ ഇപ്പോൾ ലീഡിലായിരിക്കുവാണ് ഞാൻ. മുട്ടയുടെ കാര്യം ഞാൻ ഒരു കഥ പറയാമേ. ഞാൻ ബീജിക്ക് പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് അക്കൗണ്ടൻസി പഠിപ്പിച്ച സാറുണ്ട്. ഞങ്ങളെ അക്കൗണ്ടൻസി പഠിപ്പിച്ച സാറ് ഇപ്പം ഞങ്ങക്ക് ഇന്റേണൽ എക്സാം ഒക്കെ വരുമല്ലോ. അപ്പൊ എക്സാം വന്നു കഴിയുമ്പോ സാർക്ക് നമ്മുടെ ഇതെന്റെ ആൻസർ ഷീറ്റ് ആണെന്ന് വെച്ചോ. അപ്പൊ തെറ്റുന്ന ഇത് ആ ക്വസ്റ്റ്യൻ ഇല്ലേ, അതിന്റെ എല്ലാ സൈഡില് വലിയ വലിയ മുട്ട, എന്നുവെച്ചാൽ ചെറിയ മുട്ടയല്ല. ആ എന്നുവെച്ചാൽ അടുത്ത ആൻസറിനെ ഫുൾ മുട്ട കിട്ടിയിട്ടുണ്ടോ? ഫുൾ മുട്ട കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനിപ്പം പറഞ്ഞ സാറിന്റെ സബ്ജക്റ്റില് കുറെ മുട്ട ആ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഫുൾ മുട്ട കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ അതില് വിറ്റായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. അപ്പൊ എന്റെ ഇപ്പുറം ഇരിക്കുന്നു പറഞ്ഞ ക്ലാസ്സിലേക്ക് നിന്നിട്ട് പഠിക്കുന്ന വെച്ചാൽ അപ്പൊ ഞങ്ങൾക്ക് ആ സമയത്ത് വെയിറ്റേജാ 4 വെയിറ്റ് അങ്ങനെയാ മാർക്ക് വരുന്നത്. അപ്പൊ അവൾക്ക് ആ സമയത്ത് 4 വെയിറ്റില് 3.78 ഉണ്ട്. അപ്പൊ എനിക്ക് ആ സമയത്ത് 3.21 എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ പേപ്പറിൽ കുറെ മുട്ടകളുണ്ട്. അപ്പൊ ഞാൻ ദൈവം എന്നോ വലിയ മുട്ടയായിരുന്നു. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു മുട്ട വല്ല ഉണ്ടോ? അപ്പൊ അവൾ എന്നോട് വിശപ്പിച്ച് പറയാം, എനിക്ക് 3.78 ഉള്ളു. 4ല് അവളാണ് ഹൈയസ്റ്റ്. അവൾ തന്നിട്ട് വിഷമം. അപ്പൊ അവളുടെ ആ ഒരു എളിമ ഞാൻ സ്റ്റെപ്പിലും ഉണ്ടാകാറുണ്ട്. ഇവിടെ ഞങ്ങളുടെ എക്സാമിലൊക്കെ പാസിംഗ് മാർക്ക് 133 ആണെങ്കിൽ എനിക്ക് 34 കിട്ടിയാൽ എനിക്ക് സന്തോഷം. അവിടെ അപ്പത്തിരിക്കുന്ന ചേച്ചി പെട്ടെന്നൊക്കെ കാണാം 90 കരച്ചിലൊക്കെ. ഇതൊക്കെയാണ് കോമഡി. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കും. അടുത്ത ചോദ്യം, ഞാന് ബികോമും എംകോമും പഠിച്ച കോളേജുകളുടെ പേര്. ബികോം പഠിച്ച കോളേജ് അടൂർ കോളേജ്. അടൂർ കോളേജ് എന്നൊരു കോളേജില്ല, കോളേജിന്റെ പേര് അടൂർ കോളേജിനാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. ഇല്ല. എംകോം പഠിച്ചിരിക്കുന്ന കോളേജിന്റെ പേര് അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി. അപ്പൊ ഞാനും കുറച്ച് വായ്മക്കാണ് പഠിക്കുന്നത് അവിടെ. അതിനുവേണ്ടിയല്ല, അതിന്റെ അടുത്തായിട്ട് പോകുമ്പോ ആ വഴി പോകുമ്പോ ആ സമയത്ത് എന്നെ കണ്ടിട്ടില്ല അല്ലേ, വായി നോക്കാൻ വന്ന സമയത്ത്. പക്ഷെ ബികോം കോളേജ് അപ്പൊ ഞാൻ ഹാഫ് മാർക്കേ തരത്തുള്ളൂ. ബികോം പഠിച്ച കോളേജിന്റെ പേര്. ബികോം പഠിച്ച കോളേജിന്റെ പേര് മലയാളത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടില്ല, മലയാളത്തിൽ എഴുതി വെച്ചു. കണ്ടു ഞാൻ മലയാളത്തിൽ എഴുതി വെച്ചേക്കും കേട്ടോ. ബികോം പഠിച്ച കോളേജിന്റെ പേര് അറിയത്തില്ല, അത് ഞാൻ കാണിക്കത്തില്ല, അറിയത്തില്ല. മലയാളം പിന്നെ എന്താ പ്രശ്നം? വേണ്ട, ആരും നിങ്ങൾ വല്ലോ എന്തെങ്കിലും ഇത് കണ്ടുപിടിച്ചാലോ. അടൂർ കോളേജ് ഓഫ് കൊമേഴ്സ്, സെയിന്റ് സിറിൽസ് കോളേജ്. അപ്പൊ ഹാഫ് മാർക്കേ ഉള്ളേ. ഓക്കെ, ഹാഫ് മാർക്കാണ്. ഹാഫ് മാർക്ക് അതൊന്നും കിട്ടില്ല. ഓക്കെ, എനിക്ക് വിച്ച് കൺട്രി ഈസ് മൈ ഡ്രീം ഹോളിഡേ ഡെസ്റ്റിനേഷൻ? ഡ്രീം ഹോളിഡേ ഡെസ്റ്റിനേഷൻ എന്റെ ഏത് കൺട്രിയാണ്? എനിക്ക് അറിയാമായിരുന്നു. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ ഇതിന് എല്ലാത്തിനെയും പറ്റി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഭർത്താവും ഭാര്യയായിട്ട് സംസാരിക്കുമ്പോൾ ഭർത്താവുടെ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക എന്നുള്ളത് ഭാര്യയുടെ കടമ. ചെയ്യണ്ടോ? എന്താ ആൻസർ? റഷ്യ അല്ല, സ്പെയിനാണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ മറ്റേ അവിടെ ഞങ്ങള് ഒരു കോമ്പറ്റീഷന് പോയിരുന്നു, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുകയായിരുന്നു. ജിഷയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ ആണ് സൗത്ത് കൊറിയ. അത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ജിഷ ഒത്തിരി കൊറിയൻ ഡ്രാമ മൂവീസ് ഒക്കെ കാണും. അതൊക്കെ കണ്ട് ജിഷയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കൊറിയയില് സിയോൾ അല്ലേ? അത് അതൊരു വേണ്ടോ? ഇല്ല, ആ ചോദ്യത്തിന് എനിക്ക് ഓൾറെഡി 1 മാർക്ക് ഇട്ട് വെച്ചേക്ക്. അതെന്താ? ആ ചോദ്യം വരുമ്പോ എനിക്ക് 1 മാർക്ക് ഇട്ടാ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കും. ഫോൺ കാണിച്ച് ആർക്കെങ്കിലും അയച്ചു കൊടുത്തത് ഞാൻ നോക്കട്ടെ.
ഫോണിലല്ലേ റെക്കോർഡിങ് ഓ ആയിക്കൊണ്ടിരിക്കണം. സോറി. ഓ ഞാൻ ആർക്കും അയച്ചു കൊടുത്തില്ല. ആ അപ്പൊ എന്റെ ക്വസ്റ്റ്യന്റെ അടുത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. ജിഷയുടെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രുതി ചേച്ചി. ശ്രുതി ചേച്ചി ചേച്ചി ഫ്രണ്ടാണ്, പക്ഷെ എനിക്ക് ഇത് എന്റെ സിസ്റ്ററിനെ പോലെയാണ്. ബെസ്റ്റ് ഫ്രണ്ട് ശ്രുതി ചേച്ചി അല്ല ബെസ്റ്റ് ഫ്രണ്ട്. മനസ്സിലായല്ലോ. ചേച്ചിക്ക് അറിയാം ഞാൻ ചേച്ചിനെ എന്ത് മാത്രം അപ്പൊ ഞാൻ ഇല്ല. ചാൻസ് കഴിഞ്ഞു. അനുശ്രീ ഇല്ല, മൊട്ടയാ. ജോക്കുര്യൻ കാട്ടുപറമ്പിൽ. അത് പിന്നെ ശ്രുതി ചേച്ചി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല. കാരണം ശ്രുതി ചേച്ചി എന്റെ ചേച്ചി പോലെയാണ്. ഞാൻ എന്റെ ഭർത്താവാണ്. നമ്മളുടെ ഏറ്റവും ബെസ്റ്റ്. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ആരെടുത്താ? എന്റെ ഡിയർ. അപ്പൊ എന്നെ കല്യാണം കഴിക്കുന്ന മുന്നേ ശ്രുതി ചേച്ചിയായിട്ട് ഷെയർ ചെയ്തില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഡിയർ. അത് ചീറ്റിംഗ് ആയിരുന്നു. ഇല്ല ഇല്ല, അത് ചീറ്റിംഗ് ആയിരുന്നു. അത് ചിന്തിച്ച് നോക്കാൻ പറ്റില്ല. ഓക്കെ ശരി. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, നമ്മള് ആദ്യമായിട്ട് കൂടെ യാത്ര ചെയ്ത ഫ്ലൈറ്റിന്റെ പേര് ഏത് ഫ്ലൈറ്റാണ് നമ്മൾ കൂടെ യാത്ര ചെയ്തത്? ഇൻഡിഗോ. ഓർമ്മയില്ലേ? ഇൻഡിഗോ. അപ്പൊ അടുത്ത ചോദ്യം. ഇത് വേണമെങ്കിൽ പറയുമായിരുന്നു. എന്റെ മാമൂദിസ പേരെന്താ? മറിയം. ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് വെക്കും. മേരി. യെസ്, എന്റെ അമ്മയുടെ പേര് മേരിയാണ്. ഓക്കെ. എന്റെ ഫേവറേറ്റ് ഫുട്ബോൾ ക്ലബിന്റെ പേര് എന്താ? എന്റെ ഫേവറേറ്റ് ഫുട്ബോൾ ക്ലബിന്റെ പേര് ഇത് പലവട്ടം നീ ചോദിച്ചിട്ടുണ്ട്. പലവട്ടം കേട്ടിട്ടുണ്ട്. മാഞ്ചസ്റ്റർ. ശരിയായി കിട്ടിയ അവർക്ക്. എന്റെ ഫേവറേറ്റ് പ്ലെയറാണ് മെസ്സി. ജോയ്ക്ക് റൊണാൾഡോ. ഞങ്ങൾ തമ്മിൽ അതിനടി ഒന്നും. പക്ഷെ എനിക്ക് ഒരു വലിയൊരു അടി ഞങ്ങളുടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായില്ല. ഞങ്ങളുടെ കൊച്ച് കത്തീന കുട്ടി കിറ്റൂസ് ജനിച്ചത് മെസ്സി ജനിച്ച ദിവസമാണ്. അപ്പോ അത് കാരണം എനിക്ക് ആ ദിവസത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോ മെസ്സിനോട് കുറച്ച് സ്നേഹം കൂടിയുണ്ട് കിറ്റൂസ് ജനിച്ചപ്പോ. നെക്സ്റ്റ് ചോദ്യം. ഇട്ടില്ല കാണിച്ച. ഇപ്പൊ എനിക്ക് 3 മാർക്ക്. ജിഷയ്ക്ക് 3 മാർക്ക്, എനിക്ക് 3.5 മാർക്ക്. ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ? ജിഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ബ്ലാക്ക്. എന്റെ ഏറ്റവും ഇഷ്ടമുള്ള പീച്ച് കളർ. ഇതൊക്കെ കള്ളത്തെ ബ്ലാക്ക് ആയിട്ട് ഇപ്പൊ പീച്ച് എവിടെ ബ്ലാക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പീച്ച്? പീച്ച് കണ്ടോ? കണ്ട പീച്ച് ബ്ലാക്ക് മലയാളത്തിൽ എഴുതിക്കണേ. എനിക്ക് മലയാളത്തിനെ കളിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചോദിക്കാം. എനിക്ക് ജിഷയിലെ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? ഇഷ്ടമില്ലാത്ത കാര്യം പെട്ടെന്ന് ദേഷ്യം വരും. കേട്ടോ എനിക്ക് സന്തോഷപ്പെട്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. കുറച്ച് ടഫായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം എന്തായാലും. ഞാനല്ലേ? ഞാൻ SSLC പാസ്സായ വർഷം പറയാം. SSLC പാസ്സായ വർഷം ഞാൻ നമ്മൾ ഏജ് വ്യത്യാസം പെട്ടെന്ന് ആലോചിക്കാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ ഫൗളല്ലേ? ഞാൻ 2007. Again മുട്ട. ഇല്ല, മുട്ട ഇട്ടേനും പറ്റത്തില്ല. 2005 ഞാൻ പാസ്സായ. 2007 നീ പാസ്സാവട്ടെ. 2008 ആണോ? അല്ല,
ഈ മുട്ട കിട്ടി. എക്സസൈസ് 10ാം ക്ലാസ് അല്ലേ? ആ മുട്ട കിട്ടി. ഇനി വിടല്ലേ. 2009 ഞാൻ പാസ് ഔട്ട് ആയത്. 10ാം ക്ലാസ്സോ? മുട്ടയായി. സാരില്ല മുട്ട കിട്ടി. ഞാൻ കണ്ടക്ട് ചെയ്ത് ഞാനാ പാസ് ഔട്ട് ആയത്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് നാഷണൽസിൽ പങ്കെടുത്ത സ്പോർട്സ് എന്നാണ്. വിച്ച് സ്പോർട്ട് ഡിഡ് ഐ പാർട്ടിസിപ്പേറ്റ് ഇൻ മൈ ഫസ്റ്റ് നാഷണൽസ്? സ്കൂൾ ലെവൽസിലായിരിക്കുമല്ലോ. ഏത് ലെവലായി? ലേബർ ഇന്ത്യ പഠിച്ചപ്പോ. ഓട്ടത്തിനായിരിക്കും. ഓട്ടത്തിലാണോ? പക്ഷെ അതില് ലേബർ ഇന്ത്യ പഠിച്ചപ്പോഴല്ല നാഷണൽസിൽ പങ്കെടുത്ത. എന്നാലും ഞാൻ കറക്റ്റ് ആയിട്ട് ഓട്ടത്തിനൊന്നും പറഞ്ഞു. ഞാൻ ദുബായില് പഠിച്ചപ്പോ നാഷണൽസിൽ പങ്കെടുത്തു. ഹൈദരാബാദിൽ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ലേബർ ഇന്ത്യ ജോയിൻ ചെയ്തത്. അത്ലറ്റിക്സ് ആണ് ശരിക്ക് പങ്കെടുത്തിട്ട്. 1 2 3 4 5 6 1. അടുത്തത് നീയാ ചോദിക്കണ്ടേ? ഐസ്ക്രീം ആൻഡ് ചോക്ലേറ്റ്, ഇത് രണ്ടും വെക്കുവാണെങ്കിൽ അതിലേതായിരിക്കും ഞാൻ എടുക്കുന്നത്? ഐസ്ക്രീം. ശരിയാട്ടോ. അപ്പൊ ഇപ്പൊ എനിക്ക് 4, എനിക്ക് അതല്ലേ? എനിക്ക് 5. 5 ജോയ്ക്ക് 4. ആണോ? അപ്പൊ ഇത് നീ തെറ്റിച്ച നമ്മൾ ശരിയല്ലേ? കള്ളത്തിനും കാണിക്കില്ല കേട്ടോ. ഇല്ല. എന്റെ വേസ്റ്റ് സൈസ് എത്ര? ഇപ്പത്തെ തന്നെ ഞാൻ ചോദിക്കണം. സൈസ് എത്ര വേസ്റ്റിന്റെ? ഞാൻ ആലോചിക്കാം. ഇത്ര സമയം എടുക്കാൻ പറ്റില്ല. 42. ദൈവമേ, ഞാൻ ഒരു വണ്ണം ഇത്രയും വണ്ണം ഉണ്ടോ എനിക്ക്? 38 അല്ല, 36 ആണ്. 42 42 എന്ന് പറഞ്ഞാൽ എന്ത് സൈസാണ് അറിയാമോ? ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നീ 42 എന്റെ വണ്ണം കൂട്ടിയെങ്കിലും എനിക്ക് സാധ്യത, എനിക്ക് മാർക്ക് കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ചോദിക്കും. എന്റെ ഡ്രീം പ്ലേസ്. മാർക്ക് കിട്ടോ? മാർക്ക് കിട്ടോ? ഓ, 1 മാർക്ക് ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്നു. അത് ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇത് ലാസ്റ്റ് ചോദ്യല്ലേ? 1 2 3 4 5. 1 2 3 4 5 5. അയ്യോ, ഈ ചോദ്യം നീ ശരിയായി പറഞ്ഞ നീ ജയിച്ചു. അതിങ്ങനെ 1 2 3 4 5 6. കള്ളത്തരം. 1 2 3 4 5 5. ഇത് അരയാ. 1 2 3 4 5 5. 1 2 ഇത് കൂടുന്ന പൂവിനെ കൂട്ടുന്നോണ്ട് കൂട്ടില്ല. 1 2 3 4 5. ഓക്കെ, നമ്മള് ഏറ്റവും ലാസ്റ്റ് കൂടെ പോയി സിനിമ കണ്ട സിനിമ ഏതാ? ട്രാൻസ്. ട്രാൻസ് അല്ല. ആണ് ട്രാൻസ്. ട്രാൻസ് അല്ല. ട്രാൻസ് ആണ്. അല്ല, കെട്ടിയോൾ എന്റെ മാലാക. ഇല്ല, ട്രാൻസ്. മമ്മി ഉള്ളപ്പോഴാണ് നമ്മൾ പോയി കെട്ടിയോളാണ് എന്റെ മാലാക കണ്ടത്. അത് കഴിഞ്ഞ് ട്രാൻസ് ആണ് നമ്മൾ കണ്ടത്. പക്ഷെ അത് തെറ്റാണ്. കാരണം മമ്മി ഉള്ളപ്പോഴാണ് നമ്മൾ പോയത് കണ്ടത്. അല്ലെങ്കിൽ കേൾക്കുമ്പോ ഇവർക്ക് മനസ്സിലാവും ട്രാൻസ് ഇറങ്ങിയത് എപ്പോഴാണ്, കെട്ടിയോളാണ് എന്റെ മാലാഖി ഇറങ്ങിയത് എപ്പോഴാണ്. എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യട്ടെ. അയ്യോ, മുഖമൊന്നും കാണിക്കൂ. വയ്യ. അപ്പൊ ഞാൻ ജോന്റെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്, എന്റെ ഈ ലിപ്സ്റ്റിക് വെച്ചിട്ട്. അപ്പൊ ജോ റെഡി അല്ലേ? ഈ ഫസ്റ്റ് ചോദ്യത്തിൽ നീ
ഏത് ചോദ്യത്തിൽ നീ ഫസ്റ്റ് നീ ആദ്യം മൂക്കും അതിലൊക്കെ നിനക്ക് ഹാഫ് മാർക്ക് തരാൻ പറ്റും. അപ്പൊ MJ ജോസഫോ? MJ ജോസഫ് ആയിട്ടില്ലേ മൂലയിൽ ജോസഫ്. സമ്മതിക്കൂ ഡിയർ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓളാക്കല്ലേ ഡിയർ. ഇല്ല ഡിയർ, സുന്ദരനായിട്ട് തരാം. ലിപ്സ്റ്റിക് ഇട്ട് ഞാൻ സുന്ദരനാവില്ല. അപ്പൊ എഴുന്നേറ്റ് ഒന്ന് ചെയ്താൽ നല്ല ഭംഗി കിട്ടത്തുള്ളൂ. അപ്പൊ നേരിടുന്നു എനിക്ക് വയ്യ. കണ്ടല്ലേ എന്താ ഒരു സ്വാമി ലുക്ക് വരുന്നു. ഓളായിരിക്കും. ആ ചെക്ക് നേരെ വെക്ക്. ഓ എന്താ ഭംഗി. എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു ഇപ്പോഴാണ്. ഇപ്പൊ ഞാൻ ജയിക്കുവായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചാണ് ഞാനത് ജിഷയുടെ ഞാൻ എന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ട് ജിഷയ്ക്ക് ഉമ്മ കൊടുക്കാം, അങ്ങനെയാ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ജിഷയുടെ അത് ഇത് നോക്കിയാൽ എന്റെ മുഖം വികൃതമാണ്. പക്ഷെ ഞാൻ തോറ്റോണ്ട് ഞാൻ തോൽവി സമ്മതിക്കുന്നു. ഓ സാരമില്ല, പോട്ടെ. ഒരു സീക്രട്ട് ഇല്ല. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്കും അപ്പൊ എല്ലാവർക്കും ബൈ.